ഞാൻ രേഖ. ഓണസദ്യയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ വടുകപ്പുളി അച്ചാറാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. കറിനാരങ്ങ എന്നും പറയും ചില സ്ഥലങ്ങളിൽ. തൊലി ഒന്ന് ചെത്തിയെടുക്കണം ആദ്യമേ തന്നെ. ഒട്ടും തൊലി ഇരിക്കാത്ത രീതിയിൽ വേണം ചെത്തിയെടുക്കാൻ. ഇനി അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി, അരിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, ഒരു വലിയ കുടം വെളുത്തുള്ളി, അതിൻ്റെ അല്ലികളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ കഷ്ണം പുളി, അതിൻ്റെ കൂടെ 1/2 ഗ്ലാസ് തിളപ്പിച്ചാർച്ച വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തിളച്ചിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കുകയാണ് ഞാൻ. ഇനി അത് ചീനിച്ചെടി തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും കറിവേപ്പില, എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലികൾ, വലിയൊരു കുടം വെളുത്തുള്ളി അല്ലിയാക്കിയ വെളുത്തുള്ളി എല്ലാം ഉണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും. പച്ചമണം മാറുന്നത് വരെ വഴട്ടുക. അത് കഴിയുമ്പം എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ അരിഞ്ഞതും കാന്താരിമുളകും ചേർത്ത് വഴട്ടുകയാണ്. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ്. അതിൽ നിന്ന് ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് ആയതുകൊണ്ടാണ് അത്രയും ചേർത്തിക്കുന്നത്, മുളക് പൊടിയും കുറച്ച് കായവും ചേർത്തിളക്കുകയാണ്. പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഇനി ഞാൻ ഉപ്പ് പൊടിക്ക് പകരം കല്ലുപ്പ് വെള്ളമാക്കി, അതായത് തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ച് അലിയിച്ചെടുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റി. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി, തിളപ്പിച്ച് വെച്ചിരുന്ന ആ പുളിവെള്ളം ഏകദേശം 1 ടീസ്പൂണേ ഉള്ളൂ, അത് ഒഴിച്ച് ഇളക്കുക. ഒട്ടും കയ്പില്ലാത്ത പുളി ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും കയ്പുണ്ടാവില്ല വടുകപ്പുളിക്ക്. താങ്ക് യു.